വീണ്ടും മഹത്വമുണ്ടാകുമാറാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം 19 വാക്യം, ആ വായിച്ച വചനങ്ങൾ മുഴുവനും അത് ചിന്തിക്കാനുള്ളതും പഠിക്കാനുള്ളതുമാണ്. എൻ്റെ 19 വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, എന്താണ്? ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വയ്ക്കരുതേ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഇതിനു മുൻപ് കേട്ട ദൂതും അതുതന്നെയാണ്. ഈ ഭൂമിയിൽ 2 വിഭാഗത്തിലുള്ള മനുഷ്യരുണ്ട്. ഒന്ന് സ്വദേശികളും ഒന്ന് പരദേശികളും. സ്വദേശികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന, പാപത്തെ കഴുകിക്കളയാതെ വീണ്ടും ജനിക്കാതെ ലോകത്തിന് കീഴ്പ്പെട്ട് ജഡത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ് സ്വദേശികളെന്ന് പറയുന്നത്. അവർ ഈ ലോകത്തിലുള്ളവരാണ്. എന്നാൽ അവരെയാണ് 17-ാം സങ്കീർത്തനം ലൗകിക പുരുഷന്മാരെന്ന് പറയുന്നത്. ഏത് പുരുഷന്മാർ? ലൗകിക പുരുഷന്മാർ. അവർ ഈ ലോകത്തിലെ അവകാശികളാണ്. അവരോട് നമ്മൾ ഒരിക്കലും നമുക്ക് ഇണയില്ലാപ്പണ കൂടാൻ പാടില്ല, അവരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. കാരണം അവരുടെ പ്രമാണവും നമ്മുടെ പ്രമാണവും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനം പറയുന്നത് അവർ സ്വദേശികളാണ്. നമ്മളിവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കാനഡയിൽ പോയി കുട്ടികൾ പ്രശ്നമുണ്ടാക്കി, അവസാനം അടിച്ചു ഓടിച്ചു. കാരണം എന്താ? അവരവിടെ ആരാ? പരദേശികൾ. അവരുടെ സ്വദേശികൾ സമ്മതിക്കില്ല. അപ്പോൾ പരദേശികൾ ജീവിക്കേണ്ടതിന് ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണം അനുസരിച്ച് മാത്രമേ പരദേശികൾ അവിടെ ജീവിക്കാവൂ. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കൾ ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു പ്രമാണമാണ്. ആ പ്രമാണം അനുസരിച്ച് ജീവിക്കാവൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മെ കർത്താവ് ഈ ലോകത്തിൻ്റെ സ്വദേശികളായിരുന്നു നാമും. ഈ ലോകത്തിൽ സ്വദേശികളെ പോലെ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ അങ്ങനെ ജീവിച്ചാൽ ഒരു ഒടുവിൽ അപകടമാണെന്നറിഞ്ഞ് നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചവരാണ്. ഇപ്പോൾ നമ്മുടെ പൗരത്വമോ ഉറക്കപ്പറ സ്വർഗത്തിലാവും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവും. ആ സ്വർഗത്തിലെ സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇന്ന് നമ്മൾ സ്വർഗീയ പൗരന്മാരായിട്ട് ഇങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവമേ, ആ 17-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്താണ്? ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് നന്മ ചെയ്യണമേ. ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരായി ലോകത്തിന്? പരദേശികൾ. ഇപ്പോൾ ലോകജാതികളാരാ? സ്വദേശികളും. ഈ പരദേശികൾ ഇവിടെ ജീവിച്ചുകൊണ്ട് തന്നെ പരദേശികളായിട്ട് അവരുടെ പ്രമാണമായിട്ട് പോകുന്നതിന് എപ്പോഴും ശത്രുവിന് എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഇവരെ സ്വദേശികളാക്കി തീർക്കണം എന്നുള്ളത് അവർ സദാസമയം ആഗ്രഹിച്ചുകൊണ്ടും പോരാടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ശത്രു ചെയ്യുന്ന പ്രവൃത്തി. എന്താ? 3 ഘട്ടമാണ്. അതായത് വചനം പറയുന്നത് 3 ഘട്ടത്തിൽ കൂടി ഇവരെ സ്വദേശികളാക്കും. നമ്മെ ആയിരുന്നാലും നമ്മെ ലക്ഷ്യം വെച്ച് പോരാടി 3 ഘട്ടങ്ങളിലായിട്ട്, അതായത് 2 മരണവും 1 വേരറ്റു പോകുന്ന അവസ്ഥ. അതായത് യൂദായുടെ ലേഖനം 12-ാം വാക്യത്തിൽ പ്രകാരം ഒരു മനുഷ്യൻ സ്വദേശിയായി പോകുന്ന, പരദേശിയായിരിക്കുന്നവർ സ്വദേശിയായി പോകുന്ന അവസ്ഥയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വേഗം വായിക്കണം. യൂദാ 12. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് നിങ്ങളെ തന്നെ ഇല പൊഴിഞ്ഞ് ഫലമില്ലാതെ രണ്ടൊരു ചത്തു വേരറ്റും പോയ വൃക്ഷങ്ങൾ. അപ്പം എന്നാൽ കിട്ടും. മതി. അപ്പം ഇവരുടെ അവസ്ഥ എന്താന്ന് പറഞ്ഞിരിക്കുന്നത്? ഇല പൊഴിയുന്നു, പിന്നെ ഫലമില്ലാതാകുന്നു, 2 പ്രാവശ്യം മരിക്കുന്നു, വേരറ്റു പോകുന്നു.
ഇത്രയും ആയിക്കഴിഞ്ഞാൽ അവരാരാ? സ്വദേശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി ജാതിയായി. ഇനി അവരോട് ദൈവം സംസാരിക്കില്ല. ദൈവത്തിൻ്റെ പ്രമാണം അവരോട് സംസാരിക്കില്ല. ഇതാണ് ശത്രു രാവും പകലും പോരാടിക്കൊണ്ട് ഒരു മനുഷ്യനെ ഇതിൽ ഒന്നാമത്തെ മരണം. എത്ര മരണമാണ്? 2 മരണവും വേറെറ്റും പോകുന്നു. അത് ഒന്നാമത്തെ മരണം അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ശ്രദ്ധയോടെ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഒരു പ്രസംഗിച്ചാൽ പോയാൽ പോരല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ മരണമാണ് ഹോശേയ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഹോശേയ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്നാമത്തെ മരണമാണ്. ഈ വചനം എടുക്കാൻ എഫ്രയീം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി. ഇസ്രായേൽ മികച്ചവനായിരുന്നു. കർത്താവ് ഏറ്റവും ആദ്യത്തെ മരണമാണ്. ഇവൻ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇവൻ ദൈവം മുമ്പാകെ ജീവിച്ചിരിക്കുന്നവനാണോ അതോ മരിച്ചവനാണോ എന്നറിയാനായിട്ട് ഒന്നാമത്തെ ടെസ്റ്റിംഗ് ആണ്. എന്താണെന്ന് ചോദിച്ചാൽ മതി. അവൻ സംസാരിച്ചപ്പോൾ എന്തുണ്ടായി? ദൈവാത്മാവ് സംസാരിക്കുന്നതിൻ്റെ വാക്ക് കേട്ടിട്ടുണ്ടോ? പേടിക്കേണ്ട കാര്യമില്ല. അതായത് ബുള്ളറ്റ് വെടികൊണ്ട് വരുന്നത് പോലെ ആർക്കും തടുത്ത് അവൻ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കേണ്ട കാര്യമില്ല. അതുപോലെയാണ് വരുന്നത്. ദൈവത്തിൻ്റെ മരണം പറയുന്നത് ഒന്നാമത്തെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശബ്ദത്തിന് എന്തുണ്ടാകുന്നു? വിറയലുണ്ടാകുന്നു. കാരണം അതാണ് ദൈവത്തെ സ്തുതിക്കാൻ. പിന്നെ അതാണ് ഇതിനകത്ത് ജഡം കലരുന്നതാണ്. ഈ ബാൽ മുഖാന്തരം പാപം ചെയ്തപ്പോഴാണ്. എന്താ ഈ ബാൽ മുഖാന്തരമുള്ള പാപം? ബാലെന്ന് പറഞ്ഞ ആരാ? കേട്ടിട്ടില്ല ഇതുവരെ? ബാലെന്ന് പറയുന്നത് സൂര്യദേവൻ. ഭൗതികമായി ഇന്ന് നമ്മൾ ഉദിച്ചു നിൽക്കുന്ന ഈ വെയിൽ വരുന്നത് എവിടുന്നാ? സൂര്യനിൽ നിന്ന് പ്രകാശമാണ്. ഈ സൂര്യന് അധിപതിയായിട്ട് ഒരു ദൈവമുണ്ട്, ഒരു ശക്തി, ഒരു ദൂതനുണ്ട്. ആ ദൂതനാണ് ആരെ? ബാലെന്ന് പറയുന്ന സൂര്യദേവൻ. അപ്പം രണ്ട് സൂര്യനാ. ഒന്ന് ഏതാ? ഭൗതിക സൂര്യൻ. ഒന്ന് നീതി സൂര്യനായ യഹോവ അല്ലെങ്കിൽ നമ്മുടെ കർത്താവ്. ഒന്ന് ഭൗതിക സൂര്യൻ, ഒന്ന് നീതി സൂര്യൻ. ഈ നീതി സൂര്യൻ, ഭൗതിക സൂര്യൻ മനുഷ്യരെ സദാസമയം ഹൃദയം കൊണ്ട് വശീകരിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ? ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ആരെയാണെന്നറിയാമോ? സൂര്യദേവനെയാണ്. ജാതികൾ മുഴുവനും സൂര്യദേവനെ ആരാധിക്കുന്നത്. കാരണം എന്താ? നമ്മുടെ വചനം പറഞ്ഞാൽ മതി. എന്താ? നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണുമ്പോൾ ആകർഷിക്കാൻ വശീകരിക്കപ്പെടരുത്. അപ്പോൾ ഉദയം മുതൽ അസ്തമനം വരെയും രാത്രി മുഴുവനും ഈ ശക്തികൾ ഏതൊക്കെയാണ്? ഈ നിൽക്കുന്ന സൂര്യനും അതുപോലെ ചന്ദ്രനും ഈ നക്ഷത്ര രാശികളും മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? അവരെ ആരാധിക്കാൻ. ഇങ്ങനെ നമുക്ക് അറിയാൻ പാടില്ലേ? നമ്മൾ ഒരു രാജ്യമുണ്ട്, ഞാൻ രാജ്യത്തിന് പേരെടുത്ത് പറയുന്നില്ല. അവിടെ ചന്ദ്രനോ സൂര്യനോ ഉദിക്കുന്നത് കണ്ടത് ഇങ്ങനെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ കൈ വെട്ടിക്കളയും. കാരണം എനിക്കറിയാവുന്നവരുണ്ട്, രാവിലെ എഴുന്നേറ്റ് ചെന്ന് നിന്ന് സൂര്യനോട് സംസാരിക്കുന്നവർ. ഇതൊക്കെ നിങ്ങൾ പുതിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സൂര്യനോടും ചന്ദ്രനും, കാരണം അതുപോലെ തന്നെ അങ്ങനെയുള്ള ബന്ധമുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇത് തമ്മിൽ മനുഷ്യനെ ആകർഷിച്ചുകൊണ്ടിരിക്കും. എങ്ങോട്ട്? അവരെ ആരാധിപ്പാൻ. ശരിയാണോ? യോബിന്റെ പുസ്തകം വായിച്ചേ. മുപ്പത്തൊന്നിൻ്റെ 26. യോബിന്റെ പുസ്തകം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ഞാൻ സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെട്ട്. എൻ്റെ ചെറുപ്പത്തിലേക്ക് നമ്മൾ അമ്പിളിമാമനെ കാണണം. പിന്നെ അങ്ങനെയൊന്നുമില്ല എന്നൊരു ഇതുണ്ട്. വിളിച്ച് രാത്രി കുഞ്ഞുങ്ങളെ ചന്ദ്രനെ കാണിക്കാനായിട്ട് കൊണ്ടുപോകും. അതുപോലെ സൂര്യന് അവർക്ക് വലിയ ഭയമാണ്.
ഇതെല്ലാം കാര്യം ഇതൊക്കെ ആരാധന വസ്തുക്കളാണ്. പക്ഷേ ഇത് വശീകരിച്ചുകൊണ്ടിരിക്കുക ആരുടെയാ? മനുഷ്യൻ്റെ ആരാധന അവനോടാകണം എന്ന് വശീകരിച്ചുകൊണ്ടിരിക്കുക. ഇത് അറിയണ്ടോ? ഇതിൻ്റെ ദേവനാരാ? മറന്നുപോകരുത് ഇനി. സൂര്യദേവൻ ബാൽ. നമ്മുടെ ദേവനാരാ? നമ്മുടെ ദൈവം ആരാ? യേശു കഥാനുസരണം. നമുക്ക് സംശയമില്ല. അപ്പോൾ രണ്ട് ശക്തികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ഇവൻ പണി തുടങ്ങി. ആരൊക്കെ പണി തുടങ്ങി? ആ വാക്യം വായിച്ചാൽ മറന്നുപോകില്ല. 4:19 വായിക്കും. ആവർത്തനം 4:19. ആവർത്തനം 4:19 വേഗം വായിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ തീർത്തിരിക്കേണ്ടി വരും. ആവർത്തനം 4:19. നീ ആകാശത്ത് നിന്ന നീ ആകാശ സൈന്യമായ സൂര്യൻ. അപ്പൊ ആകാശ സൈന്യം എന്ന് പറഞ്ഞാൽ ആരാ? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാൻ, സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. അപ്പൊ വശീകരിക്കുന്ന വിധമാണെന്ന് യോബിന്റെ പുസ്തകത്തിൽ വായിച്ചത്. ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മനുഷ്യനെ വശീകരിച്ചുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? അവന് മുമ്പിൽ ഒന്ന് വീഴണം, അവനെ ഒന്ന് വണങ്ങണം. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇത് ഇസ്രായേൽ ജനം മിസ്രയീമിൽ പുറപ്പെട്ടപ്പോൾ തന്നെ ഇവരിങ്ങനെ പിടിക്കാൻ തുടങ്ങി. ദൈവമാകട്ടെ ദൈവജനത്തെ അഗ്നിസമ്പത്തിലും മേഘസമ്പത്തിലും വഴി നടത്തി തൻ്റെ വചനത്താൽ കനാൻ ദേശത്തേക്ക് വലിച്ചുകൊണ്ട് പോവുക. അപ്പോൾ സൂര്യനും ചന്ദ്രൻ നക്ഷത്രങ്ങളും എങ്ങോട്ട് വലിക്കുന്നു? തിരിച്ച് മിസ്രയീമിലേക്ക്. ഇവരോ കർത്താവോ കനാൻ ദേശത്തേക്ക് വലിച്ചുകൊണ്ട്. അപ്പോൾ രണ്ടിൻ്റെ മധ്യത്തിലാരാ? അവർ രണ്ടിൻ്റെ മധ്യത്തിലാണ് ഈ ഇസ്രായേലിൻ്റെ ഹൃദയം. അങ്ങോട്ട് വേണോ ഇങ്ങോട്ട് വേണോ? ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഇതെല്ലാം ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദിനംപ്രതി അനുഭവിക്കുന്നതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കും. അവസാനം വലിച്ച് രണ്ട് ശക്തികൾ തമ്മിൽ ബലപ്രയോഗം നടത്തി അവസാനം ആര് ജയിച്ചു? അപ്പോസ്തലരുടെ പുസ്തകം 7-ാം അധ്യായം 33-ാം വാക്യം. നമ്മുടെ പിതാക്കന്മാർ, അതായത് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവർ, ശ്രദ്ധിച്ച് കേൾക്കണേ. ബാക്കിയുള്ള റെഫറൻസ് ഒക്കെ എടുത്തു തരാം, അതിന് ചരിത്രം എഴുതി തരാം പോരെ. പക്ഷെ ഇത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഇല്ല. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട പിതാക്കന്മാർ അവന് കീഴ്പ്പെടാൻ മനസ്സിൽ. ആർക്ക് കീഴ്പ്പെടാൻ? രണ്ട് ശക്തികളോട് വലിച്ചുകൊണ്ടിരിക്കുക. ഒരാളെ എങ്ങോട്ടാ? യേശു എങ്ങോട്ട് വലിക്കുന്നു? കനാൻ ദേശത്തേക്ക്. മറ്റവരോ മിസ്രയീമിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ മധ്യത്തിലാകാ മിസ്രയീമിന്റെ ഹൃദയമാണ്. ഈ രണ്ട് ശക്തികൾ വടംവലി കണ്ടിട്ടുണ്ടോ? വടംവലി അങ്ങനെ ഒരു ചരണം കേട്ട് ഒരു ലൈനം കെട്ട് വലിക്കും. എന്നിട്ടൊരു വടം കെട്ട്. വടത്തിൻ്റെ സെൻറ്ററിൽ 2-3 പോയിന്റ് ഉണ്ട്. എന്നിട്ട് രണ്ട് വശത്ത് ആളുകൾ നിന്നുകൊണ്ട് വലിക്കുക. സെൻറ്റർ പോയിന്റ് നോക്കി എല്ലാവരും നോട്ടം എവിടെയാണ്? സെൻറ്റർ പോയിന്റില്ല. ഇത് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇവർ ജയിച്ചു, ഇങ്ങോട്ട് കിടന്നാൽ ഇവർ ജയിച്ചു. രണ്ടും വടം വലിയാണ്, മത്സരമാണ്. വലിച്ച് അവസാനം ഇസ്രായേൽ ജനം എന്ത് ചെയ്ത്? ദൈവത്തിന് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് കഴിഞ്ഞു. അപ്പൊ ആര് ജയിച്ചു എന്ന് പറഞ്ഞേ? സാത്താനും അതിന്റെ ആകാശ സൈന്യം ജയിച്ചു. ആകാശ സൈന്യം ആരൊക്കെ ജയിച്ചു എന്ന് പറഞ്ഞ് സംശയമുണ്ടായി. അവിടെ ദൈവം തോറ്റുപോയ കാര്യമാണ്. ഏതൊക്കെയാ? ഇവര് ദൈവത്തിനെതിരെ നിന്നപ്പോഴേക്കും, ദൈവത്തിന് കീഴ്പ്പെടാൻ മനസ്സിലാതെ വന്നപ്പോഴേക്കും ഇവർ ദൈവം കൈവിട്ടു. ദൈവം പിടിച്ചാൽ കിട്ടൂല. കാരണം ഇവരുടെ ഇച്ഛയിലാണ് നിൽക്കുന്നത്. അത് വിട്ടതോടുകൂടി ശത്രുവിന്റെ സ്വാധീനത്തിന് കീഴ്പ്പെട്ടു. അവരുടെ ഹൃദയം എങ്ങോട്ട് തിരിഞ്ഞു? മിസ്രയീമിലേക്ക് തിരിഞ്ഞു. വായിച്ചോ. അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് തിരിഞ്ഞു. ഈ ജയിച്ചാൽ ഉടനെ തന്നെ സംഭവിക്കുന്നതാണ് എന്ത്? ഒരു വിഗ്രഹം ഉണ്ടാക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും നല്ല കൃപയിൽ ശോഭിച്ച് നിന്നവനാണ്. പക്ഷേ അവൻ്റെ ഹൃദയത്തെ ശത്രു സ്വാധീനിച്ചു കൊണ്ടിരുന്ന് ശത്രു ജയിച്ചാൽ അന്ന് അവനൊരു വിഗ്രഹം ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്നുമില്ല, അവൻ്റെ മനസ്സിലെ ലോകത്തിലെ ഏറ്റവും വലുത് അവൻ്റെ മകനായിരിക്കും, അല്ലെങ്കിൽ അവനൊരു ഭവനം, അല്ലെങ്കിൽ അവന് കുറേ സ്വത്ത്, ഏതെങ്കിലും ഒരു വിഗ്രഹം അവന് തന്നെ വരും.
കാരണം അവിടെ ആര് ജയിച്ചിരിക്കുന്നു? ശത്രു ജയിച്ചിരിക്കുന്നു. ഇനി എടുത്ത് വായിച്ചോ. കാളക്കുട്ടിയെ ഉണ്ടാക്കി തരിക എന്ന് അഹരോനോട് പറഞ്ഞു. അപ്പോൾ അവരൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. കാളക്കുട്ടിയെ എവിടുത്തെ ദൈവം? കാളക്കുട്ടി എവിടുത്തെ ദൈവം? മിസ്രൈമിലെ ദൈവമാണ്. അതായത് ബാലിന്റെ കീഴിലുള്ള ഒരു ദൈവമാണ് ആരെ? കാളക്കുട്ടി. കർത്താൻ അവരുടെ ഹൃദയം അങ്ങോട്ട് തിരിഞ്ഞു, മിസ്രൈമിലേക്ക് തിരിഞ്ഞു. ആകാശ സൈന്യം ജയിച്ചു. ആര് തോറ്റു? ദൈവത്തിന്റെ പാളയം തോറ്റു. കാരണം ആരാ? ദൈവം ശക്തിയില്ലാഞ്ഞിട്ടവരാണോ? കാരണം അതാ, ജനം ദൈവത്തിനെതിരെ നിന്നു. ജനം ശത്രുവിന്റെ പക്ഷം നിന്നു. അവൻ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അടുത്ത വാക്യം ശ്രദ്ധിച്ചു വായിക്കണം. ആ ബിംബത്തിന് ബലി കഴിച്ചു. തങ്ങളെ കൈപ്പണിയിൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നു. ദൈവം ചെയ്ത് വടംവലിയൊക്കെ വിട്ട്, വടമൊക്കെ വിട്ട്, നമ്മൾ വിട്ടിട്ട് പോകുന്ന കേട്ടോ. തോറ്റവര് വടം വിട്ടിട്ട് പോകുന്ന കേട്ടോ. അത് കാണണം. എനിക്ക് ഒന്ന് അടിച്ചു കൊടുത്തു കൊടുത്താൽ മതി, കാണാം. വടംവലിയിൽ തോറ്റുപോയവർ ആ വടം വിട്ടിട്ട് പോയി. ഇതുപോലെ ദൈവം ഈ പ്രശ്നം നിർത്തി എന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു. എങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞേ? വായിച്ചേ. അവരെ കൈവിട്ട് കളഞ്ഞു. നിങ്ങൾ പോയി ആരാധിച്ചു. നിങ്ങൾ ഇത്രയും നാൾ എന്നോട് മത്സരിച്ചില്ലേ? ഇത്രയും നാൾ മെലപ്പിടിച്ചില്ലേ? പോയി ആരാധിച്ചു. ആരെ? ആകാശസൈന്യം ആരാ? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, കെട്ടാൻ നക്ഷത്രം. ഇങ്ങനെ പെട്ടുപോയതോടുകൂടി ഇവൻ ആരായി തീർന്നു. ഇനി എന്ന് പറഞ്ഞു. എന്തിനാ ഈ പഠിക്കുന്നത്? ആരായി തീർന്നു? ഉറക്കെ പറ. തുടങ്ങിയപ്പോ ഒരു വാക്ക് പറഞ്ഞു, സ്വദേശിയായി തീർന്നു. ഇത്രയും നാൾ അവർ ആരായിരുന്നു? കനാൻ ദേശത്ത് നിന്ന് പോയ ഇവിടെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ആരായിരുന്നു? പരദേശിയായിരുന്നു. കർത്താവ് അവരെ പരദേശിയാക്കി തീർന്നതാ. ഇതാ യുദ്ധത്തിൽ കർത്താവിനെ തോൽപ്പിച്ച് ശത്രു ജയിച്ചു. ജനം മുഴുവൻ ആരായി തീർന്നു? സ്വദേശികളായി തീർന്നു. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ലജ്ജിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ദൈവമല്ല ദൈവം. അതാണെന്ന് നമ്മൾ കേട്ടത്. മരിക്കാൻ സമയത്ത്, മരണസമയത്ത് അബ്രഹാം ദൂരത്ത് നിന്നത് കണ്ടു. ഏത് കണ്ട്? പറ, ഏത് കണ്ട്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമായ പട്ടണത്തെ ദൂരത്ത് നിന്ന് കണ്ടാണ് ശ്രമം. എപ്പോഴാണ് കണ്ടതെന്നറിയാം? ആ കണ്ട കാഴ്ച, എങ്ങനെ ആ കാഴ്ച വന്നു എന്നുള്ളത് പറഞ്ഞ് പഠിക്കണമെങ്കിൽ ഇനി അരമണിക്കൂർ വേണം. അതിലേക്ക് പോകുന്നില്ല. ദൂരത്ത് നിന്ന് അത് കണ്ടു. ദൂരത്ത് നിന്ന് ഇത് കണ്ടു കഴിഞ്ഞ് എന്ത് ചെയ്തു? കണ്ടു മാത്രമല്ല, മരിക്കാൻ സമയത്ത് സംഭവിച്ച കാര്യമാണ്. ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. ഞാൻ ഈ ജഡത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഞാനത് കണ്ടല്ലോ. പക്ഷെ എനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. എന്താണെന്നറിയാമോ? എന്താ? അങ്ങോട്ട് കയറാറായിട്ടില്ല. അബ്രഹാം കയറിയോ? ഇല്ല. അബ്രഹാം ദൂരത്തുനിന്ന് കണ്ട്. പിന്നെ എപ്പോഴാണ് കയറണേ? ഒരു വീട്ടിൽ വലിയൊരു വിശേഷം നടക്കുക. വലിയൊരു കേക്ക് മേടിച്ചെന്ന് വെച്ചിട്ടുണ്ട്. അപ്പനും അമ്മയും വന്നിരുന്ന്, മക്കൾ 4 പേരും വന്നിട്ടുണ്ട്. ഒരാളോടെ വരാനുണ്ട്. അവൻ ഇളയവനാ, ഏറ്റവും ഇളയവനാ. ഓരോ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പോയേക്കുക. എല്ലാവരും വന്ന്, ഇത് തന്നെ അവൻ വരാത്തെ. വരട്ടടാ, വരും. അപ്പം പറയാം. അപ്പം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വരട്ടെ, അമ്മ വെച്ചിരുന്നാൽ മതിയല്ലോ. അപ്പം അമ്മ പറഞ്ഞു അത് വേണ്ട. അവൻ വന്നില്ലെങ്കിൽ മുറിക്കണ്ട. ഷൂടാ. അവരെ സ്നേഹം മുഴുവൻ എവിടെ നിൽക്കുന്നു? ആ കുഞ്ഞിനോട് നിൽക്കുന്നു. ഇതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. എല്ലാവരും ദൂരത്തു നിന്ന് കണ്ട് അഭിവന്ദിച്ച് ഈ കാര്യങ്ങളെല്ലാം ഒരുങ്ങി നിൽക്കുക. അങ്ങോട്ട് കയറ്റിയിട്ടില്ല. കയറ്റണമെങ്കിൽ ആരും വരണം. അവർ നമ്മെ കൂടാതെ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു. ദൈവത്തിന്റെ സഭയിൽ നമ്മളും മക്കളും കൂടി ചെന്നിട്ട് മാത്രമേ അത് തുറക്കൂ. അല്ലാത്ത സമയത്തോളം ദൂരത്തു നിന്ന് കണ്ടാൽ മതി. നേരിട്ട് അനുഭവിക്കാൻ എന്റെ മക്കൾ ഇങ്ങ് വന്നം. കർത്താവിന്റെ സ്തോത്രം. ഓ സഭ, ഓ ഹല്ലേലൂയ. സിയോൻ സൈന്യമേ ഉണർന്നിടുക.
ഹല്ലേലൂയ. മരിക്കാൻ സമയത്ത് ദൂരത്ത് നിന്ന് കണ്ടെന്ത് ചെയ്തു? ഒരാളെ അകലെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? അഭിവന്ദിക്കുന്നത് പോലെ അബ്രഹാം എന്ത് ചെയ്തു? അഭിവന്ദിച്ച്. ആരെ കണ്ട്? ഈ പട്ടണത്തെ കണ്ട്, ഈ യെരൂശലേം പട്ടണത്തെ കണ്ട്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളായ പട്ടണത്തെ കണ്ട് അഭിവന്ദിച്ചു എന്ന പേര് വാക്കുകൂടെ പറഞ്ഞു. എന്താണെന്നറിയാവോ? ഈ ഭൂമിയിൽ ഞങ്ങൾ അന്യരും. അപ്പൊ ഇന്ന് വരെയും ഞാൻ ആരായി തീർന്നിട്ടില്ല? ഒക്കെ പറ, സ്വദേശിയായി തീർന്നിട്ടില്ല. കർത്താവ് സ്തോത്രം. രണ്ടു ചത്തും വേറിട്ടും പോയവനല്ല. കൃപയാൽ നമ്മൾ എന്നേ അറ്റുപോകേണ്ടതായിരുന്നു. ഇന്നും നിർത്തിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്നും കൃപയാൽ നിർത്തിയ ദൈവത്തിന് സ്തോത്രം. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഇന്ന് കൃപയാൽ ഞാൻ നിൽക്കുന്നു. ബന്ധനം ഒഴിയട്ടെ, കെട്ടുകൾ ഒഴിയട്ടെ. ഹല്ലേലൂയ. കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞാൻ ദൂരത്ത് നിന്നുകൊണ്ട് അഭിവന്ദിക്കുക. ഞാൻ രണ്ടൂര് ചത്ത് വേറിട്ട് പോയവനല്ലല്ലോ. കൃപയാൽ കർത്താവിന്റെ സ്തോത്രം. ഞാൻ സ്വദേശിയായി പോയിട്ടില്ലല്ലോ. ശൗലിനെ പോലെ, ഞാൻ ഏശാവിനെ പോലെ സ്വദേശിയായി പോയില്ല കർത്താവേ. ഞാൻ ദേമാസിനെ പോലെ സ്വദേശിയായി പോയില്ല കർത്താവേ. ഞാൻ യൂദയെ പോലെ സ്വദേശിയായി പോയില്ല കർത്താവേ. ഇന്നും ഞാൻ പരദേശിയായിരിക്കുന്നു. ഓ ഹല്ലേലൂയ. നമ്മെ ഓർത്തവൻ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ, നമ്മുടെ ബലഹീനതയിൽ നമ്മെ താങ്ങിയവൻ, പ്രതികൂലങ്ങളിൽ നമ്മെ സഹായിച്ചവൻ, എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ. ഘോരവൈരിയിൻ ബലമാവൻ. എല്ലാവരും പാടും.
രണ്ടൊരു ചത്തും വേരറ്റും പോയി. അതിനുശേഷം ശൗല് പ്രാർത്ഥിക്കുകയാണ്, ശൗല് പരാതി പറയുകയാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട് അവന് ഉത്തരം വരണമെന്നില്ല. ഊറീമ് കൊണ്ടോ ഉമ്മീമ് കൊണ്ടോ സ്വപ്നം കൊണ്ടോ ദർശനം കൊണ്ടോ ദൈവം എന്നോട് സംസാരിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഈ ഭൂമിയിൽ ഇന്നും സ്വദേശിയാ പറ, ഞാൻ ഇന്നും ഈ ഭൂമിയിൽ പരദേശിയാവുന്നു. നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. ശൗലിന് മറച്ചു, വേരറ്റ് പോയവനും മറയ്ക്കും. അവനുള്ളതല്ല പ്രമാണം, അവനുള്ളതല്ല കൽപ്പന, അവനുള്ളതല്ല ദൈവത്തിന്റെ വചനം. ജീവിക്കുന്ന പരദേശിക്കുള്ളതാണ്. ഒരിക്കൽ കൂടി പറയാം, കർത്താവേ, ഞാൻ ഭൂമിയിൽ പരദേശിയാവും. നിന്റെ കൽപ്പനകൾ എനിക്ക് മറച്ചു വെക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം